ഹലോ ബഡീസ്, ഇങ്ങ് ഡേ 7 അല്ലേ? ഡേ 7 ഇന്ന് ഏതാണ്? മൂലം നാളാണ് വരുന്നത്. ഇന്ന് പൈനാപ്പിൾ കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. നമ്മളെ കാണാൻ അതിഥി വന്നിരിക്കുന്നു. നമസ്കാരം. ഇന്ന് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ കിച്ചടിയാണ്. നല്ല മധുരമുള്ളതാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് പൈനാപ്പിൾ. മധുരമുള്ളത് കൊണ്ട് കുട്ടികളെല്ലാം കഴിക്കും. ഇനി തുടങ്ങാം പൈനാപ്പിൾ കിച്ചടി. ആദ്യം പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, അത് കുക്കറിലിട്ട് വേവിക്കണം. ആദ്യം കുക്കറിലിട്ടിട്ട് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. ഇത് വേവുള്ളൂ. ശകലം ഉപ്പ് ചേർക്കണം. കുക്കറിൽ ഉപ്പും കൂടെ ഇടണം അല്ലേ? പൈനാപ്പിളും വെള്ളവും മുളകും ഉപ്പും ഇത്രയേ ഉള്ളൂ അല്ലേ? പച്ചമുളക് വെള്ളമായി പോയാൽ അത് ശരിയാവില്ല. അത് കട്ടിക്ക് ഇരിക്കണം, എങ്കിലേ രുചിയുള്ളൂ. വെള്ളമാവുള്ളൂ. വെള്ളം പോലെ ഇരുന്ന അയ്യ. എത്ര നേരം അത് വിസിൽ വരണം? നമ്മളുടെ 3 വിസിൽ വരണം. 3 വിസിൽ. അടുത്തത് അതിന് ചേർക്കാനുള്ള സാധനങ്ങൾ: 1 കപ്പ് തേങ്ങ, ജീരകം, കടുക്, പച്ചമുളക്, കരുവേപ്പില. ഇത്രയിട്ട് മിക്സിയിലിട്ട് അരയ്ക്കണം. തേങ്ങ വടിയെ അരയ്ക്കണം. ഇതൊന്ന് അരച്ചെടുക്കാം അല്ലേ? അരച്ചതിന് ശേഷം തേങ്ങ ഇടാം. തേങ്ങ ആദ്യം ഇട്ടല്ലേ? തേങ്ങ ആദ്യം ഇട്ട് ജീരകം അല്ലേ? ജീരകം അതിനെ വടിയെ അരയ്ക്കണം. നല്ലപോലെ അരയ്ക്കണം. അരഞ്ഞില്ല. കുറച്ചുകൂടെ അരയണം. കുറച്ച് ശകലം വെള്ളം കൂടെ ഒഴിച്ച് അരയ്ക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും നമ്മൾ അരയ്ക്കാൻ പോവാണ്. കുറച്ച് അരഞ്ഞ കുഴമ്പ് പോലെ ആയല്ലേ? കുഴമ്പ് പോലെയായി. ഇനി ശകലം കറിവേപ്പില ഇടണം. ഈ ഒരു ഇങ്ങനെയാണ് അരയേണ്ടത് ഈ ഒരു പരുവത്തിൽ. ഇനി ശകലം കടുവും കൂടെ. കടുവും കറിവേപ്പില ഇട്ടു. ഇനി ഒന്നടിക്കണം. ഒന്നും കൂടെ അടിക്കണം അല്ലേ? റെഡിയായല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം അല്ലേ? കുക്കറിൽ ശൂളം വരാറായി, ഏകദേശം റെഡിയാവാറായെന്ന് തോന്നുന്നു. ശൂളം വരൂ. ശൂളം പറഞ്ഞില്ലല്ലോ. ഇതെന്താ, തൈരല്ലേ? തൈര് ആഡ് ചെയ്യണം. വെന്ത് കലക്കിയതിന് ശേഷമാണ് ശൂളം വന്നേ. വെന്ത് കലങ്ങിയതിന് ശേഷം തൈര് ആഡ് ചെയ്യണം അല്ലേ? ഇതാണ് തൈര്. മുരളിയ തൈരാണ്. രണ്ടാമത്തെ വിസിലും അടിച്ചു. എങ്കിൽ 1 വിസിലും കൂടെ വേണം അല്ലേ? അങ്ങനെ 2ാമത്തെ വിസിലും അടിച്ചു. 3ാമത്തെ വിസിലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 3ാമത്തെ അടിച്ചു. ഇനി നമുക്ക് തുറക്കാം അല്ലേ? അങ്ങനെ കുക്കർ തുറക്കാൻ പോവുകയാണ്. തണുപ്പിച്ചെടുക്കുകയാണ് കുക്കറിന്. അല്ലെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കും. കുക്കർ തണുപ്പിച്ചിട്ട് ഇപ്പൊ തുറക്കാം. എന്ത് പരുവായെന്ന് നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റും. എങ്ങനെ തുറക്കയല്ലേ? 5 അടി മാറിയിരിക്കുക. അയ്യോ, തുറക്കുന്നില്ല. കുക്കർ തുറന്നു. ഇതാണ് നമ്മളെ പരുവല്ലേ? നല്ല മണം, നല്ല അടിപൊളി മണം അടിക്കുന്നുണ്ട് പൈനാപ്പിളിന്റെ. ഇത് വറ്റിക്കണമല്ലേ ഇങ്ങനെ വീണ്ടും? ഈ വെള്ളപ്പരുവം മാറ്റാനായിട്ട് വീണ്ടും നമ്മള് ഗ്യാസ് കത്തിച്ച് വറ്റിച്ചെടുക്കാൻ പോകും. ഇത് വറ്റിച്ചെടുക്കുക എത്ര നേരം വേണം? 1 മിനിറ്റ് വേണം. 1 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് വറ്റിച്ചെടുക്കാൻ. ഏകദേശം പറ്റിയല്ലേ? ഇനി പരപ്പെടാൻ മിക്സിയിൽ അരച്ചത് നമുക്ക് ഇതിലേക്കിടാം.
ഒട്ടി തെറിക്കുകയാണല്ലേ കടുക്. അങ്ങനെ താളിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അതിലിട്ട് റെഡിയാക്കിയാണ്. മൊത്തം പൊട്ടലും ചീറ്റലുമാണ് അതിൽ. നമുക്കിതിലേക്ക് ഇടാം. പൈനാപ്പിൾ കിച്ചടിയിലോട്ട് ഇടുകയാണ്. ഫൈനൽ സ്റ്റേജ് ഓഫ് പൈനാപ്പിൾ കിച്ചടി. എല്ലായിടത്തും വരുന്നുണ്ട്. കടുവറുത്തത് എല്ലായിടത്തും എത്തണം. പൈനാപ്പിൾ കിച്ചടി എങ്ങനെ റെഡി ആയല്ലേ? ഓക്കെ, ഉപ്പുണ്ടാകുന്ന നമ്മളെ ഷെഫ് നോക്കും. ഉപ്പിനേക്കാളും മധുരമാണ് മുന്തി നിൽക്കേണ്ടത് അല്ലേ? കൊള്ളാല്ലേ? നന്നായിരിക്കണം. ഞാനും കൂടെ കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. തരു ഏതോ പ്രസാദം. അടിപൊളി. മധുരമുണ്ട്, പാകത്തിന് ഉപ്പുണ്ട്. കൊള്ളാം. മധുരം നല്ല മുഴച്ചേപ്പുണ്ട്. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് സദ്യക്ക് വേണ്ടി ഇത് ഇതും കൂടെ ചേർക്കണം. എല്ലാരും ട്രൈ ചെയ്യൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് മൂലമായിരുന്നു, എന്ന് വെച്ചാൽ മൂലം തിരുനാളാണ്. നാളെ വരുന്നത് പൂരാട ദിനമായിട്ട് അടുത്ത വിഭവം ഇതിലിടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരിക്കും ബൈ.